സാമ്പത്തികമായി വലിയൊരു ഞെരുക്കം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയമായ നേട്ടം BJPക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 കിലോ നെല്ലിന് കേന്ദ്രത്തിൻ്റെ സഹായം ഒരു 23 രൂപ 50 പൈസ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞതാണ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 6 രൂപ 50 പൈസയും കൂടെ കൂട്ടിയിട്ട് 30 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1 കിലോ നെല്ലിന് അത് സംഭരിക്കാനായിട്ട്. അത് ഒരു അല്പ ആശ്വാസം എന്ന നിലയ്ക്കാണ് നെൽ കർഷകർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഞങ്ങൾ തരുന്ന 23 രൂപ എത്രയാണോ 50 പൈസ വട്ടവർ മേ ബി അതിൻ്റെ മുകളിൽ 1 പൈസ കൊടുത്താൽ ഞങ്ങൾ മുഴുവൻ കളയും. കാരണം എന്താ, കൂടുതൽ പ്രൊഡക്ഷൻ വന്നാൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. എന്താ പറയുക, നമ്മൾ ഒരു തരത്തിലും കേരള സർക്കാരിനെ കൊണ്ട് ഒരു തരത്തിലും വികസനം നടത്താൻ പാടില്ല, ഒരു തരത്തിലും നമ്മുടെ ആളുകളെ സഹായിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതിന് BJP എങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയും? അവരാണ് ഇന്ന് രക്ഷകനായിട്ട് ഇപ്പം എല്ലായിടത്തും ഓടി നടക്കുക. പറയട്ടെ, അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വികസനം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇലവീഴ പൂഞ്ചിറ ആ തടാകം അത് പൂർത്തിയാക്കി അത് ഓപ്പൺ ചെയ്തത് ആരാണ്? നിങ്ങൾ പറ. അത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ KM മാണി സാർ ഇവിടുത്തെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതാണ്. ഇപ്പം ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. ഇല്ലിക്കൽ കല്ല് ആരാ ചെയ്തത്? പ്രാദേശികമായ വികസനം അവിടെ നടത്തിയത്. അങ്ങോട്ടുള്ള റോഡ് അത് AS-ഉം TS-ഉം കോൺട്രാക്ടർ എടുത്തു. പക്ഷെ അത് പിന്നെ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അത് ഇദ്ദേഹം MLA ആയപ്പോൾ ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തു. ഇതാണ് ഞങ്ങൾ അതേം ചെയ്തെന്ന് തന്നെ പറയും. പക്ഷേ ഇന്ന് മലയോര പ്രദേശങ്ങളിലേക്കുള്ള ഇവിടുന്ന് പ്രവിത്താനത്തു നിന്നും കൊല്ലപ്പള്ളിയിൽ നിന്നും നേരെ മേലുകാവിലേക്കുള്ള റോഡും ഇലവീഴ പൂഞ്ചിറയിലേക്ക് നമ്മുടെ ഇല്ലിക്കല്ലിലേക്കുള്ള റോഡും ഇന്ന് തലനാട് എന്ന് പറഞ്ഞ ആ കൊച്ചു പഞ്ചായത്തിലേക്കുള്ള മുഴുവൻ റോഡുകൾ ആരാ നിർമ്മിച്ചത്?